ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഈ സമയം ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കിടുവാനായിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കർത്താവിൽ ഉള്ളതായ ആത്മീയമായ ഓട്ടത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നാം ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും ആത്മീയമായ ആ ഓട്ടത്തെക്കുറിച്ചും പലരും അതിൽ വളരെ അധികം നമ്മൾ അറിവില്ലാത്തവരായിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഡാരൻ ഒലിവർ എന്നുള്ളതായ ഒരു മാരത്തോൺ ഓട്ടക്കാരനെക്കുറിച്ച് നിങ്ങളോട് പറയുവാനായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഡാരൻ ഒലിവർ 2012 ഏപ്രിൽ മാസം അദ്ദേഹം ഒരു ലണ്ടൻ മാരത്തോണിൽ പങ്കുവയ്ക്കുവാനായിട്ട് അവൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ആ ഓട്ടത്തിന് തയ്യാറെടുക്കുന്ന ആ സമയം 10 ദിവസത്തിന് മുൻപേ അദ്ദേഹത്തിന് ആ കാലിൽ ഒരു ഞരമ്പ് പിടുത്തം അല്ലെങ്കിൽ ഒരു ഉളുക്ക് ഏതോ അനുഭവപ്പെട്ട് അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ട എന്നുള്ള ചിന്തയിലായിരുന്നു. എന്നാൽ അത് വളരെയധികം ഐസും മറ്റുമുള്ള കാര്യങ്ങൾ വെച്ച് ആ വേദന ഇല്ലാതാക്കി അദ്ദേഹം അതിൽ നിന്ന് അല്പം സൗഖ്യം ലഭിച്ച ശേഷം, ആശ്വാസം ലഭിച്ച ശേഷം ആ മാരത്തണിൽ ഓടുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ഈ മാരത്തൺ ഓട്ടം ബുദ്ധിഭ്രമം അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡഡ് എന്ന് പറയുന്ന ബൗദ്ധികമായി വളരെ അധികം വികസനം പ്രാപിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി അവർക്ക് അവരുടെയായ ആവശ്യത്തിന് വേണ്ടി പണം ശേഖരിക്കുവാൻ വേണ്ടി ഓടുന്ന ഒരു മാരത്തൺ ആയിരുന്നു. ഇദ്ദേഹം വളരെയധികം പ്രശസ്തി ആർജിച്ച ഈ ഓട്ടക്കാരൻ അതിൽ പങ്കുകൊണ്ടാൽ അനേകര് ധനം നൽകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു നല്ലൊരു സാമൂഹികമായ സേവനത്തിന് വേണ്ടി അദ്ദേഹം ആ ഓട്ടത്തിൽ ഓടുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 42 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മാരത്തോണിൽ അദ്ദേഹം ആ ഓട്ടത്തിൽ പങ്കുവയ്ക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഓട്ടത്തിന് വേണ്ടി അദ്ദേഹം ഒരുങ്ങി. അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം തയ്യാറായി. അദ്ദേഹം ആ ഓട്ടം ഓടുന്ന ദിവസം ആ മാരത്തോണിൽ ചേർന്നുകൊണ്ട് അദ്ദേഹം ഓട്ടം ഓടുന്ന ആ സമയം എന്തു സംഭവിച്ചു എന്ന് നാം കാണുമ്പോൾ, ആ ഓടുന്ന സമയം അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു വേദന അനുഭവപ്പെട്ടു. ഉടനെ തന്നെ അദ്ദേഹം ചിന്തിച്ചു, വേദന ആരംഭിക്കുന്നുവല്ലോ, ഞാൻ 42 കിലോമീറ്റർ എങ്ങനെ ഓടും, എങ്ങനെ അത് പൂർത്തീകരിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയം അദ്ദേഹം അങ്ങനെ ആ ഓടുന്ന സമയം, എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെയായ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെയായ അഭിവൃദ്ധിക്ക് വേണ്ടി ഓടുന്ന ഓട്ടമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആ ഇരുവശങ്ങളിലും നിന്ന് ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് അനേകർ ആ ഓടുന്ന സമയം തന്നെ ആ ഡാരൻ ഒലിവറിൻ്റെ കൂടെ ഓടി വന്ന് അദ്ദേഹം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെയായ ആ ധനം അല്ലെങ്കിൽ അവരുടെയായ അവർ നൽകുന്ന ആ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർ വാഗ്ദാനം ചെയ്തുകൊണ്ടിരുന്നു. ഈ മാരത്തോൺ ഓട്ടം ഓടുന്ന ഇതേ ഒരു നല്ല കാര്യത്തിനാണല്ലോ ഓടുന്നത്, ആയതിനാൽ ഇത്ര രൂപ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് അവിടെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഇത് ഒരു വലിയൊരു പ്രോത്സാഹനമായി അദ്ദേഹത്തിന് അത് തോന്നുകയും ഈ ഓട്ടം എങ്ങനെയെങ്കിലും ഞാൻ പൂർത്തീകരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ കാലിലുള്ള ആ വേദന അദ്ദേഹം കണക്കാക്കാതെ ആ അവരുടെയായ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ആ ഓട്ടം ഓടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ തുടർന്ന് ഓടി ആ ഓട്ടം പൂർത്തീകരിക്കുകയും ഏകദേശം അന്ന് ആ സമയം ഏതാണ്ട് 4 ലക്ഷം രൂപ അദ്ദേഹം അതിനു വേണ്ടി ശേഖരിച്ചു എന്ന് കണക്കുകൾ അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഇന്ന് പല ഓട്ടങ്ങൾ ഓടുന്നു. ചിലരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പട്ടിയെ പേടിച്ച് ഓടുന്ന അനുഭവമുണ്ട്. ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്തിട്ട് മറ്റുള്ളവരെ പേടിച്ച് ഓടുന്ന അനുഭവങ്ങളുണ്ട്.
ചിലപ്പോൾ പല വിധമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഓടുന്നായ അതെന്ത് സംഭവിച്ചു എന്ന് അറിയുവാനുള്ള തിടുക്കത്തോടുകൂടി ഓടുന്നായ ഓട്ടങ്ങളിലുണ്ട്. അങ്ങനെ പലവിധമായ ഓട്ടങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ അരങ്ങേറുന്നതായ അനേക കാര്യങ്ങളെ നമുക്കറിയാം പ്രിയമുള്ളവരെ. എന്നാൽ ഇവിടെ ഒരു ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവെക്കുവാനായി ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയർ 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അതിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പിയർ 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇവിടെ വചനം പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഞാൻ പിൻപിലുള്ള കാര്യങ്ങളെ എല്ലാം ഞാൻ മറന്നുകൊണ്ട് മുൻപിലുള്ള കാര്യത്തിന് ആ ലാക്ക് എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചു വെച്ചുകൊണ്ട് മുൻപിലുള്ളതായ കാര്യത്തെ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചുകൊണ്ട് ആ പരമ വിളിയുടെയായ ആ വിളിക്ക് ഒത്തവണ്ണം ഞാൻ എന്താണ് ആ വിരുദിനായി ഞാൻ ഓടുന്നു. പിന്നിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നെ അലട്ടുന്നതായ പല വിഷയങ്ങളുണ്ട്, എന്നാൽ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നാൽ എൻ്റെ ക്രിസ്തു യേശു എൻ്റെ ദൈവത്തിൽ ഉള്ളതായ ആ പരമ വിളിയുടെ ആ വിരുദിനായുള്ള ആഹ്വാനം, ആ ലഭിക്കുവാൻ പോകുന്ന അംഗീകാരം, ആ ലഭിക്കുന്നതായ ആ നിത്യ ജീവൻ്റെ ആ വിരുദിനായി ഞാൻ ആ ലാക്ക് എൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുന്നു എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമായ ഒരു ആത്മീയമായ ഓട്ടമാണ് നമ്മൾ ഓടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പിൻപിലുള്ളതായ നമ്മളെ ആ ദൈവീയമായ കൂട്ടായ്മയിൽ ആ ബന്ധത്തിൽ നിലനിർത്താതെ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നതായ അനേക വിഷയങ്ങളുണ്ട്. നാം ഈ ആഴ്ച ഞാൻ ആ ദൈവീയ ആലയത്തിലേക്ക് പോകുവാൻ എനിക്ക് സാധ്യമല്ല, എന്നാൽ എനിക്ക് വില്ലേജ് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് സാധ്യമല്ല, എനിക്ക് ഡോക്ടറിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, എനിക്ക് സാധ്യമല്ല, എനിക്ക് ഇന്നെ സപ്ലൈകോയിൽ പോകണം. അങ്ങനെ പലവിധമായ അപ്പോയിൻമെൻറ്റുകൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവീയമായ കാര്യങ്ങൾക്ക് നമ്മൾ അതിന് പ്രാധാന്യം നൽകാതെ ഇന്ന് പോയില്ലെങ്കിൽ അത് സാധ്യമല്ല, നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ലാക്കിൽ ആ ഓടുന്ന ഓട്ടത്തിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മളെ പിന്നാലെ നമ്മളെ വലിക്കുമ്പോൾ, നമ്മളെ പിന്നിലാക്കുമ്പോൾ, നമ്മളെ ആ ഓട്ടത്തിൽ നിന്ന് നമ്മൾ വീഴ്ച വരുത്തുന്ന പല അനുഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അതിൽ വീഴ്ന്നു പോകുന്നതായ അനുഭവമാണ് കാണുന്നത് പ്രിയമുള്ളവരെ. അപ്പോസ്തലനായ പൗലോസ് എന്നാൽ ആ പരമ വിളിയുടെ ആ വിരുദിനായി ആ പിൻപിലുള്ളതായ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ടാണ് ഓടിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ മുൻപിലേക്കുള്ള ആ ലാക്കിലേക്ക് ലക്ഷ്യം വെച്ച് ഓടുന്നവരായി നാം ജീവിക്കണം. ക്രിസ്തീയ അനുഭവത്തിൽ നാം നോക്കുമ്പോൾ നമ്മളുടെ ക്രിസ്തീയ കൂട്ടായ്മകളെ നമ്മൾ ബഹിഷ്കരിക്കാതെ നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ആ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് മുൻപിലേക്ക് ഓടുന്ന ആ അനുഭവമായിരിക്കണം പ്രിയമുള്ളവരെ. എന്നെ എന്തു തന്നെ പ്രശ്നങ്ങൾ എന്നെ അലട്ടിയാലും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാനായിട്ട് സാധ്യമല്ല എന്നുള്ള ഒരു തീരുമാനം നമുക്ക് ഓരോരുത്തരും നമ്മൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ യെശയ്യാപ്രവചനം 40-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 31-ാമത്തെ വാക്യം പറയുന്നത്, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതിൻ്റെ 30-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. ഇവിടെ എന്താണ്? ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും, അതുപോലെ കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന് ഇവിടെ തിരുവചനം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആ ആശ്രയം അർപ്പിച്ചിരിക്കുന്നവർ
അവിടെ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുന്ന അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. എന്നാൽ അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നവർ അവർ എന്താണ്, അവർ ക്ഷീണിച്ച് അവർ തളർന്നു പോകാതെ അവർ ഓടുകയും ക്ഷീണിച്ച് പോകാതെ നടക്കുകയും ചെയ്യും. അവർ തളർന്നു പോകാതെ അവർ ക്ഷീണിച്ചു പോകാതെ അവർ ഓടുകയും അവർ നടക്കുകയും ചെയ്യുന്ന അനുഭവമാണ് നാം കാണുന്നത്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയമായ ഓട്ടത്തിൽ നമ്മൾ തളർന്നു പോകുന്ന അവസരങ്ങളുണ്ട് പ്രിയമുള്ളവരെ. പലപ്പോഴും നമ്മൾ ക്രിസ്തീയമായ ആ നടപ്പിൽ നാം ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകുന്നു പ്രിയമുള്ളവരെ. എന്നാൽ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി അവിടെ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവജനമേ, നീ കേട്ടുകൊള്ളുക. ഇവിടെ പറയുന്നത് എന്തെന്നാൽ ബാല്യക്കാര് അവരെന്താണ്, അവർ ക്ഷീണിച്ച് തളർന്നു പോകും. അവിടെ അതുപോലെ തന്നെ യൗവനക്കാരും അവർ എന്താണ്, ഇടറി വീഴും. എങ്കിലും ക്രിസ്തു യേശുവിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കുമെന്നാണ് പറയുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തി പുതുക്കും എന്ന് വചനം ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആയതിനാൽ നാം യഹോവയെ കാത്തിരിക്കുന്നവരായി നാം ജീവിക്കണം. നാം തളർന്നു പോകാതെ, നാം ക്ഷീണിച്ചു പോകാതെ, നാം നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിൽ മുന്നേറണമെങ്കിൽ നാം യഹോവയെ കാത്തിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയമുള്ളവരെ. ആയതിനാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം യഹോവയെ കാത്തിരിക്കുന്നവരായി കാണപ്പെടണം. വചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഫിലിപ്പിയർ 2-ാം അധ്യായം 16-ാമത്തെ വാക്യം വചനം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പിയർ 2:16, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. 2:16 പറയുന്നത് എന്താണ്? അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല. എന്നാൽ യേശു ക്രിസ്തു അവൻ വരുമ്പോൾ അവൻ്റെ സന്നിധിയിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. നമ്മുടെ വിശ്വാസം അത് വ്യർത്ഥമായി പോയില്ല. അല്ലെങ്കിൽ ഞാൻ യേശുവിൽ ആശ്രയം വെച്ചതായ ആ ആശ്രയം, അല്ലെങ്കിൽ അവനിൽ ഞാൻ ആ വിശ്വാസം അർപ്പിച്ചതിന് എനിക്ക് തക്കതായ ഫലം എൻ്റെ ദൈവം അവൻ വരുന്ന സമയത്ത് എനിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസം വേണം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്ന നാളുകളിൽ അയ്യോ എൻ്റെ ദൈവം എന്നെ വിളിച്ചതിൻ്റെ വിളിയുടെ അടിസ്ഥാനത്തിൽ എനിക്കൊരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിച്ചു. ആ വിളിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ജീവിക്കുവാൻ സാധിച്ചു. ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം കർത്താവേ എന്ന് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന ഒരു അനുഭവത്തോടു കൂടി വേണം പ്രിയമുള്ളവരെ നാം ജീവിക്കുവാനായിട്ട്. അങ്ങനെ എൻ്റെ വിശ്വാസം അത് വ്യർത്ഥമായി പോയില്ല എന്ന് പറയുന്ന ഒരു അനുഭവത്തോടു കൂടി വേണം നിങ്ങളുടെ ക്രിസ്തീയ ഓട്ടത്തിൽ ഓട്ടത്തിൽ മുന്നേറുവാനായിട്ട്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എന്താണ്? ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത് എന്താ തന്നെയായിരുന്നാലോ നമ്മൾ എന്താണ് കണ്ട ഊടുവഴിയിലും അതുപോലെ കാന വഴിയും ചാടി നമ്മൾ കാട്ടിലൂടെ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യങ്ങൾ ചെയ്ത് ജീവൻ രക്ഷിക്കുവാനായിട്ട് ഓടുന്ന രീതിയിൽ ഓടാതെ എന്താണ് നിശ്ചയമുള്ളവരായി നാം ഓടുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ ഓട്ട മത്സരത്തിൽ നമ്മൾ പങ്കെടുത്ത് ജയിക്കുമെന്നുള്ള ഒരു നിശ്ചയമില്ലാതെ ഓടാതെ ഈ സമ്മാനം ഞാൻ കരസ്ഥമാക്കുമെന്നുള്ള നിശ്ചയത്തോടു കൂടി നാം ഓടണം. ഈയിടെ പത്രത്തിലൊരു വാർത്ത ഞാൻ വായിച്ചെന്നാൽ ഒരു വീട്ടിലൊരു കള്ളൻ കയറി അവൻ എന്തോ മോഷ്ടിക്കുവാനായിട്ട് അവന് പരിശ്രമിച്ചു. ആ കള്ളനെ ഇട്ട് ഓടിച്ചപ്പോൾ അവൻ ഓടുകയുണ്ടായി. അവൻ ഓടിച്ചെന്ന് അവൻ നേരെ വീണത് ഒരു കിണറ്റിലെ ആണ്. അവന് ഓടിയത് അവൻ രക്ഷപ്പെടുവാനായിട്ട് ഓടി, പക്ഷേ അവൻ ആ കിണറ്റിൽ വീണ് മരിച്ചുപോയി എന്ന് വാർത്ത ഞാൻ വായിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ നിശ്ചയമില്ലാത്തവരായി എങ്ങോട്ടൊന്നല്ലാത്ത രീതിയിൽ നമ്മൾ ഓടുകയാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ആ ലാക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനായിട്ട് സാധ്യമല്ല. നിശ്ചയമുള്ളവരായി നാം ഓടണം. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ഞാൻ നിശ്ചയമുള്ളവനായി ഓടുന്നു. ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് എന്താണ്
പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ഞാൻ ചെയ്യുന്നത്. ഞാൻ നിശ്ചയമുള്ളവനായിട്ട് തന്നെയാണ്, ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്തീയ ഓട്ടം ഞാൻ ഓടുന്നത്. ഞാൻ വളരെ അധികം എനിക്ക് നന്നായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അതിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ ക്രിസ്തീയ ഓട്ടത്തിന് എനിക്കൊരു നിശ്ചയമുണ്ട്. ഞാൻ ഓടുന്ന ഈ ഓട്ടം ആ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിച്ചേരുവോളം ഞാൻ വിശ്വസ്തനായി ഞാൻ ഓടുന്നതായിരിക്കും. ഞാൻ പിൻപിലുള്ള കാര്യങ്ങളൊന്നും എന്നെ അലട്ടുവാനായിട്ട്, എന്നെ ആ ഓട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല. ലോകത്തിൽ കാണുന്ന യാതൊരുവിധമായ ആകർഷണങ്ങളോ എന്നെ അതിൽ ക്രിസ്തീയ ഓട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല. ക്രിസ്തു യേശുവിലുള്ള ആ ദൈവശക്തിയിൽ, ആ ദൈവീയ വിശ്വാസത്തിൽ മുന്നേറുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കുമെന്നോ ഞാൻ നിശ്ചയത്തോടുകൂടിയാണ് ഈ ഓട്ടം ഞാൻ ഓടുന്നത്. ആയതിനാൽ ഞാൻ ഒരു മുഷ്ടിയുദ്ധം ചെയ്യുന്നത് ആകാശം കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു നിശ്ചയമുണ്ട്. എനിക്ക് എൻ്റെ മനസ്സിൽ ആ ലാക്ക് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഞാൻ എങ്ങനെ മുന്നേറുന്നു എന്ന് എനിക്കറിയാം. ഞാൻ ഓരോ ദിവസവും ഞാൻ എൻ്റെ ദൈവമോട് കൂടി ഞാൻ എത്രത്തോളം ഞാൻ അടുത്തിരിക്കുന്നുവെന്ന് എൻ്റെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വിലയിരുത്തുന്നു. ഞാൻ മറ്റുള്ളവർക്ക് എന്താണ് ഒരു മാതൃകപരമായുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. ഞാൻ എന്നെ തന്നെ ഞാനൊരു കൊള്ളരുതാത്തവനാക്കി തീർത്ത് ഞാൻ ഒരു മാതൃകയില്ലാത്തവനായിട്ടല്ല പ്രിയമുള്ളവരെ. ഞാൻ വിശ്വസിക്കുന്ന ഈ ദൈവം അവൻ ആരാണെന്നോ, അവൻ എന്നെ ഉയർത്തുമെന്നും അവൻ എന്നെ നടത്തുമെന്നും അവൻ ആരാണെന്ന് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവന് ഞാൻ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഓട്ടത്തിൽ ഞാൻ മുന്നേറുന്നത് എന്ന് ഞാൻ ഓരോ ക്രിസ്തീയ വിശ്വാസിയും അവർ പറയേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഓടുന്നതായ ആ ഓട്ടം സ്ഥിരതയോടുകൂടി നമ്മൾ ഓടേണ്ടത് അനിവാര്യമാണ്. ചിലപ്പോൾ ചില ക്രിസ്തീയ വിശ്വാസികൾ അവർ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം അവർക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ അനുകൂലമായി അവർക്ക് പല കാര്യങ്ങളിൽ കിട്ടുന്നതായ ആ ക്രിസ്തീയ സമൂഹങ്ങളെ തേടി അവർ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തീയ വിശ്വാസത്തിൽ അവർ ഓടുവാനായിട്ട് അവർക്ക് ശരിയായ രീതിയിൽ ഒരു സ്ഥിരതയില്ലാത്തവരായി കാണപ്പെടുന്നു. ആയതിനാൽ വിശ്വാസത്തിൽ നിന്ന് അവർ പിന്മാറിക്കൊണ്ട് പല സമൂഹങ്ങളിലേക്കും കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. എന്നാൽ അങ്ങനെയല്ല. ക്രിസ്തീയ ഓട്ടത്തിൽ സ്ഥിരമുള്ളവരായി, നിശ്ചയമുള്ളവരായി നാം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറുന്നത് അത് അനിവാര്യമാണ്, അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ. ആയതിനാൽ ക്രിസ്തീയ ജീവിതത്തിലുള്ള ഓട്ടം എന്നത് അത് വളരെയധികം പ്രധാനമുള്ള ഒരു ഓട്ടമാണ്. നാം ഓടേണ്ടതായ ആ ഓട്ടത്തിൽ നമ്മൾ എപ്പോഴും സ്ഥിരതയുള്ളവരായി നമ്മൾ ആ ക്രിസ്തീയ വിശ്വാസത്തിൽ മുന്നേറേണ്ടത് അത് വളരെയധികം പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. നമ്മൾ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ എബ്രായർ 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ നാമും സാക്ഷിയുടെ ഇത്രയും വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്ന കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് എന്താണ് പറയുന്നത്? നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നാണ് വചനം പറയുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടണം. അപ്പോൾ ആ പാപവും ആ ഭാരവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരതയുള്ളവരായി ക്രിസ്തീയ ഓട്ടത്തിൽ മുന്നേറണമെന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തുടർന്ന് ഇവിടെ ഈ എബ്രായർ ഇവിടെ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്നതായ പാപവും എന്താണ്
ഇത് ഇങ്ങനെ പാപവും ഭാരവും, പാപം എന്ന് പറയുന്നാൽ അതൊരു വലിയ ഭാരം തന്നെയാണ്. ആ ഭാരം പലപ്പോഴും നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ താഴ്ത്തിക്കളയുന്നതായ അനുഭവം നമുക്കുണ്ടാകും, വീഴ്ച വരുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും പ്രിയമുള്ളവരെ. എന്നാൽ അതിൽ നിന്നും തളർന്നു പോകാതെ നമ്മളെപ്പോഴും മുന്നേറുന്നതായ അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിന് രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു യേശുവിന് നമ്മുടെ വിശ്വാസ ഓട്ടത്തിൻ്റെ പൂർത്തീകർത്താവ്, അല്ലെങ്കിൽ വിശ്വാസ ഓട്ടത്തിൻ്റെ ആ പൂർത്തീകരണം ചെയ്യുന്ന ദൈവവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ പൂർത്തി വരുത്തുന്നതുമായ നായകനുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവന് വേണ്ടി അവൻ്റെ ആ ക്രിസ്തീയ വിശ്വാസത്തിൽ അവൻ്റെ മക്കളായി ജീവിച്ചുകൊണ്ട് നമ്മളുടെ ആ വിശ്വാസത്തിന് ഒരു പൂർത്തീകരണമെന്ന് പറഞ്ഞാൽ കർത്താവായി യേശു ക്രിസ്തുവാണ്. ആ ഓട്ടത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായി നാം ഓടണമെന്നാണ് വചനം ഇവിടെ നമ്മളെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആയതിനാൽ ഓരോ വിശ്വാസിയും യേശുവിനെ, കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് വേണം അവൻ്റെ ആ ഓട്ടത്തിൽ അവൻ മുന്നേറേണ്ടത്. 1 പത്രോസ് 4-ാം അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദുർനടപ്പിൻ്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ഇതാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ 3-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും നർമ്മവിരുദ്ധമായ വിഗ്രഹ ആരാധനയിലും ആരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് വെറിക്കൂത്തുകളിലും പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ കാലം പോക്കിയത് മതി എന്നാണ് അവിടെ വചനം ഇവിടെ പറയുന്നത്. ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് നല്ലതാണ് പ്രിയമുള്ളവരെ. ദുർനടപ്പിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തെ തുടരാതിരിക്കേണ്ടത് ഏറ്റവും നന്നാണ് എന്ന് ഇവിടെ വചനം ഇവിടെ നമുക്ക് വലിയൊരു ശക്തമായൊരു ആഹ്വാനം നൽകുന്നു. ഞാൻ എന്താണ് എൻ്റെ ക്രിസ്തീയ ഓട്ടത്തിൽ മുൻപിലുള്ളത്, അതെൻ്റെ മനസ്സിൽ ആ ലാക്ക് കുറിച്ച് വെച്ചുകൊണ്ട് പിൻപിലുള്ളതെല്ലാം മറന്നുകൊണ്ട് ഞാൻ മുൻപിലേക്ക് ഞാൻ ഓടുന്നു. ആ ഒരു നിശ്ചയമുള്ള ഒരു ഓട്ടമാണ് ഞാൻ നടത്തുന്നത്. ആ നിശ്ചയമുള്ള ആ ഓട്ടത്തിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ, ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്നുള്ള ഓട്ടത്തിൽ മുന്നേറുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ക്രിസ്തീയ ഓട്ടത്തിൽ മുന്നേറുവാനായിട്ട് അടിയങ്ങളെ സഹായിക്കണമേ. ദൈവമേ, പിൻപിലുള്ള കാര്യങ്ങളെ മറന്നുകൊണ്ട് ആ മുൻപിലുള്ള ലാക്കിലേക്ക് മുന്നേറുവാനായിട്ട് അടിയങ്ങളെ സഹായിക്കണമേ. ഒരു നിശ്ചയമുള്ള ഓട്ടം ഓടുവാനായിട്ട് സഹായിക്കണമേ കർത്താവേ. ആ പരമവിളിയുടെ അവിരുദ്ധനായി ഓടുന്ന ഒരു അനുഭവം അടിയങ്ങളുടെ ജീവിതത്തിലുണ്ടാകണമേ കർത്താവേ. സ്ഥിരമായിട്ട് ഓടുവാനായിട്ടുള്ളതായ പക്വതയും പരിജ്ഞാനവും അടിയങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തികർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലെത്തുവോളം ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സഹായിക്കണമേ. കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അയച്ചുകൊള്ളുന്നു പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. ഇത്രയും നേരം ആ ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ച് ഉള്ള ധ്യാനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.